അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മഹേഷ് ചേട്ടൻ്റെ വെൻറ്റേജ് കാറും കാര്യങ്ങളൊക്കെ കണ്ടു പട്ടാമ്പി പോയിട്ട്. ഇപ്പോൾ ഉള്ളത് ഞാൻ തൃത്താലയിലാണ്. തൃത്താല ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് ഇവിടെ ഒരു ഫാം ഹൗസിൻ്റെ കൂടെ ഒരു ട്രീ ഹട്ടൊക്കെ ചെയ്തിട്ട് ഒരു ഫാമിലി ആയിട്ട് ഇവിടെ ഈ ഒരു പുഴയുടെ തീരത്ത് ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയാണ് അവരിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി അവരുടെ കൂടെ ആയിരുന്നു. ഇപ്പോൾ ഇതേ നമ്മൾ വണ്ടി അവിടെ റെഡിയായി കിടപ്പുണ്ട്. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആ പുള്ളീനെ നമുക്കൊന്ന് പോയിട്ട് പിക്ക് ചെയ്യണം. എൻ്റെ അടുത്ത് നേരത്തെ ചെല്ലാൻ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ എണീറ്റപ്പോഴത്തേക്ക് 7:15 കുളിച്ച് ഫ്രഷായി. ഇപ്പോഴത്തേക്ക് 8 മണിയായി. ഞാൻ നോക്കുമ്പോൾ ഇവിടെ അടുത്താണെന്നാണ് വിചാരിച്ചത് ഈ പറഞ്ഞ സ്ഥലം. പക്ഷേ 55 കിലോമീറ്ററോളം എനിക്ക് ഓടാനുണ്ട്. അപ്പോൾ 9 മണിയാകുമ്പോൾ എത്താമെന്നാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. എന്തായാലും ഒരു 9:30 കഴിയും. ഒരു 55 കിലോമീറ്റർ ഈ ഒരു സ്ഥലത്ത് കൂടെ കവർ ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു 1.5 മണിക്കൂറിൽ കൂടുതലെടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആരാണ് ആ ഗസ്റ്റ് നോക്കാം. പുള്ളിയെ പോയി കാണാം. 1.5 കൊല്ലം മുന്നേ ഷാക്കിർ ബ്രോൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കാലിക്കറ്റ് വെച്ചിട്ട്. അത് പുള്ളിക്ക് പ്ലേ ബട്ടൺ കിട്ടിയതിൻ്റെ ഒരു സെലിബ്രേഷൻ, അതിൻ്റെ ഒരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ ഉണ്ണിയേട്ടൻ, അഷ്റഫ്, പിന്നെ അങ്ങനെ പേരൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ അതിനകത്ത് നമ്മളും പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ ഇക്കാനെ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അതിന് മുന്നേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. റീൽസും പുള്ളിയുടെ വീഡിയോസും ഒത്തിരി എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നീട് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഫോണിലൂടെയും കാര്യങ്ങളും കഴിഞ്ഞൊരു 1 കൊല്ലമായിട്ട് നല്ല രീതിയിൽ പരസ്പരം പല കാര്യങ്ങൾക്കും അങ്ങോട്ട് വിളിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, നല്ലൊരു അടുപ്പമുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പട്ടാമ്പി വന്നപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചു, അങ്ങനെ നാട്ടിലുണ്ട്, കാണാൻ പറ്റുമോ, എന്തായാലും എന്താകുന്നു പാടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലോട്ടാണ് ഇപ്പോൾ പോണത്. പുള്ളി എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മൾ കുറച്ചായി അവൾ നേരിട്ട് കണ്ടിട്ട്. ഒരുപാട് കാലം അങ്ങനെ എന്താ പറയുക, കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോയിൽ പുള്ളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും, കൂടെ ഉണ്ടാവും. നമ്മുടെ വീഡിയോയുടെ കൂടെ നമ്മുടെ ഈ യാത്രയിൽ 2 ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സമയം 9:30 കഴിഞ്ഞു. ഇനി ഒരു 10 കിലോമീറ്ററും കൂടി നമുക്ക് ഓടാനുണ്ട്. 21 മിനിറ്റൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ അത്രയൊന്നും വരത്തില്ല എന്ന് വിചാരിക്കുന്നു. ഇനി വളവും തിരിവും ചെറിയ വഴികളൊക്കെ ആയിട്ട് എന്തായാലും 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ റൂട്ട് റെക്കോർഡ്സിനെയും അതുപോലെ ലൈഫ് റെക്കോർഡ്സിനെയൊക്കെ നമ്മൾ ലൈവായിട്ട് നേരിട്ട് നമ്മൾ കാണും. ഇടത്തനാട്ടുകര ടൗൺ എത്തി. എവിടെയോ ആണ്. ഇനിയൊരു 260 മീറ്ററും കൂടി ഉള്ളൂ. ഇക്കാടെ ഓഫീസ് ഇവിടെ എവിടെയോ ആണ്. എക്സൽ ബുക്ക് കണ്ടുപിടിച്ചു വേഗമാണ്. എക്സൽ ബുക്സ് റൂട്ട് റെക്കോർഡ്സ് ബൈ അഷ്റഫ് എക്സൽ. എവിടെയാ? ഇതേ വരുന്നു നമ്മുടെ അഷ്റഫ്. കുറെ നേരം പോസ്റ്റ് ആക്കിയില്ലേ? ഇതാണ് ഷോപ്പ്, കട ഉപ്പല്ലേ? ആ അപ്പോൾ നമ്മൾ അഷ്റഫ് ഖാടെ വീട്ടിലോട്ടാണ്. ഇടത്തനാട്ടുകര ടൗണിൽ തന്നെ പള്ളിയുടെ ബാക്കിൽ സൈഡിലാണ്. ആരെങ്കിലും വരണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, അഡ്രസ്സൊക്കെ ഞാൻ തരാം. ഇതാണ് അഷ്റഫ് ഖാടെ വീട്. അഭിത്താത്തോടെ ഇല്ല? ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ അവിടെ ആയിരുന്നു ബിരിയാണി ഉണ്ടാക്കിയല്ലേ ഓണത്തിന്? ആ, അപ്പോൾ അഭിത്താത്തോടെ ഇല്ല, അവിടെയാണ്. പുള്ളി ഭയങ്കര യൂട്യൂബും വീഡിയോ ഒക്കെ ആയിട്ട് ബിസിയാന്ന് പറയുന്നത്. അഷ്റഫ് ഖാക്ക് പോലും കാണാൻ കിട്ടുന്നില്ല. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ആദി. ഇത് നമ്മുടെ റൂട്ട് റെക്കോർഡ്സിൻ്റെ പ്ലേ ബട്ടൺ. അടുത്ത് തന്നെ ഒരു ഗോൾഡൻ പ്ലേ ബട്ടണും കൂടി പെട്ടെന്ന് സെറ്റാക്കണം. ഇതാണ് എഡിറ്റിംഗ് സെറ്റപ്പ്. ഇപ്പോൾ ഏത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണേ? ഓക്കെ ഉണ്ട്, പോവാം. കേട്ടോ, ഇപ്പോൾ നമ്മൾ അഷ്റഫ് ഖാൻ അങ്ങോട്ട് പൊക്കി. ഞങ്ങൾ ഇതേ അഷ്റഫ് ഖാൻ്റെ വണ്ടി ഇവിടെ ഇട്ടേക്കുവാണ്. നമ്മുടെ മോട്ടോർ ഹോം ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കായനെ നമ്മളങ്ങ് എടുത്തു. മോട്ടോർ ലൈഫ് എക്സ്പെരിമെന്റിന് നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ട്. നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. ഇനി നമുക്ക് ലൈഫ് റെക്കോർഡ്സ് ഉണ്ട്. നമ്മുടെ അഭിനത്താനോട് കാണണം. അങ്ങോട്ടുള്ള യാത്രയിലാണ്.
അവിടെ കൂടി പോയിട്ട് നമ്മൾ നേരെ ഫാമിലോട്ട് അല്ലേ തൃത്താല പോകണം. എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും 2 ദിവസം. ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ എവിടെ വരെ പോകുമെന്ന് അറിയാൻ പാടില്ല. അതൊരു പ്ലാനിങ് ഒന്നുമില്ല രണ്ടുപേർക്കും. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നു എവിടെ പോകാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ 2 ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അഷ്റഫ് ഖാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഈ ഭാഗത്താണ് നമ്മുടെ ആന അല്ലേ, ആന മരിച്ച ഒരു സംഭവം ഈ ഭാഗത്തല്ലേ? അപ്പോൾ അതൊന്ന് ആ സ്പോട്ടൊക്കെ ഒന്ന് പോയിട്ട് സന്ദർശിച്ചിട്ടും പോകാന്നുള്ള ഉദ്ദേശമാണ്. തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് എനിക്കൊരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ട്, മിസ്റ്റർ സബീൽ റഹ്മാൻ. അതായത് സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടെങ്കിലും ഒരു കാറിലേക്ക് താമസം മാറ്റിയ ഒരാളാണ് കേട്ടോ. അദ്ദേഹം ആ കാറും കൊണ്ടാണ് വന്നിട്ടുള്ളത്. കാറിലേക്ക് താമസം മാറ്റി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വിദേശത്ത് നമ്മൾ കാണുന്ന പോലെ ഒരു RVs ഒക്കെയാണെന്നൊക്കെ, മോട്ടോർ ഹോം എന്നൊക്കെ പറയുന്ന പോലെ വലിയ വണ്ടിയൊക്കെ വിചാരിക്കും. പക്ഷേ ഇതൊരു കുഞ്ഞി സെന്നിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് പുള്ളി. അതായത് ഇതെവിടെ ഉണ്ട്, ബാ ഇരിക്കും. ഇദ്ദേഹമാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു, നമ്മളൊരു കാട്ടിലാണല്ലോ. ഓക്കെ, ഇദ്ദേഹമാണ് സബീൽ. അതായത് ഒരു കുഞ്ഞു തന്നിൽ ഒരു 2 പേർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് ആ കാറും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാനുണ്ടാവും. രാത്രി ആകുമ്പോൾ അത് എവിടെയെങ്കിലും നിർത്തിയിടും, അതിനകത്ത് തന്നെ ഭക്ഷണം ഉണ്ടാക്കും, അതിനകത്ത് തന്നെ കിടന്നുറങ്ങും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എങ്ങനെയാണ് ഒരു തന്നിൽ 2 പേര് കിടന്നുറങ്ങാന്നൊക്കെ അല്ലേ? അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവരിപ്പോൾ വന്നിട്ട് ഇടത്തനാട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് അമ്പലപ്പാറ എന്നുള്ള സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടോ. അമ്പലപ്പാറ നിങ്ങൾക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഗർഭിണിയായ ആനയെ സ്ഫോടക വസ്തു വെച്ച് കൊന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വാർത്തയൊക്കെ വന്ന് ആ സ്ഥലമാണ് അമ്പലപ്പാറ. അതിപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് കുറച്ച് അപ്പുറത്തേക്കാണ്. അപ്പോൾ നമുക്ക് ആ സ്ഥലങ്ങളും എൻ്റെ നാട്ടിലെ കുറച്ച് സംഗതികളും ഇദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ കാണാം. ഞാൻ അഷ്റഫ് എക്സൽ, സബീൽ റഹ്മാൻ്റെ ഒപ്പം. വെൽക്കം ടു റൂട്ട് റെക്കോർഡ്. ഇപ്പോൾ ഇവിടെ ഞങ്ങളൊക്കെ മുമ്പേ കുളിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആന അതിൻ്റെ അവസാന നിമിഷങ്ങളിൽ നിന്ന് പോയി. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു, മുമ്പ് ഒരു പാലം. ഇപ്പോൾ ഇതൊക്കെ ഡെവലപ്പായി. ഏകദേശം ഒരു വർഷമായിട്ട് ഇവിടെ നല്ലൊരു പാലമുണ്ട്, ഇരുമ്പിൻ്റെ ഒരു പാലം. അങ്ങോട്ട് പോയി യൂസ് ചെയ്യാൻ പറ്റും, നടന്ന് തുടങ്ങി നല്ല ഭംഗിയുണ്ട്. കുഞ്ഞി പാലം ഉണ്ടോ? ഇതാണ് നമ്മുടെ തെയ്യം കൊണ്ട് വെള്ളിയാർപ്പുഴ ഉത്ഭവിച്ചു വരുന്നത് അവിടുന്നാണ്. എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാറില്ല. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഇതിലങ്ങ് ഞാൻ ക്യാമറ ബാക്കി ഡീറ്റെയിൽസ് അടിച്ചു മാറ്റി. ബാക്കി ആനയുടെ വിഷയം കൂടി പറഞ്ഞാൽ കഴിഞ്ഞു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ട്രൗസറൊക്കെ ഇട്ടു, വെള്ളം കണ്ടപ്പോ ഒന്ന് ചാടണമെന്ന്. പിന്നെ എല്ലാം എന്ത് പറ്റിയാലും എടുത്ത് പൊക്കാൻ, ആനയെ വരെ എടുത്ത് പൊക്കിയ ആൾക്കാരോടുണ്ട്. അപ്പൊ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നമ്മളൊന്ന് ഗോപ്രോട്ടിയെ ഞാൻ അഷ്റഫ് കട ഗോപ്രോ വെള്ളത്തിൽ മുക്കാൻ പോവാണ്. ഇങ്ങനെയൊക്കെ പഠിക്കുക. ആ പോക്കണ്ട അറിയാലോ അല്ലേ? എല്ലാത്തും ഗുണ പൊള്ളയും തെച്ച് പൊളയ റെക്കോർഡിംഗ് അല്ലേ ഇപ്പോ? ഇങ്ങനെയാണ്. അതിന്റെ മോളിൽ കയറി ചാടിയേക്കാം. ആ പാറയുടെ സൈഡ് ഉണ്ടാക്കി കയറാം. പഴുക്കുണ്ടാവും അവിടെ ഇതുണ്ട്, ചവിട്ടാനും ചെറിയ പൊട്ടും കണ്ടോ, ചവിട്ടി കയറാം. ഈസിയാണല്ലേ? ഞാനോ? ഞാൻ ഇറങ്ങില്ല, ഞാൻ റെഡി അല്ലല്ലോ. നീ ബെൽറ്റടി സ്ലിപ്പാവല്ലേ കേട്ടോ. ഭയങ്കര രസല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. വെള്ളം എങ്ങനെയുണ്ട്? സൂപ്പർ വെള്ളല്ലേ? അടിപൊളി.
ഇവൻ നല്ല എക്സ്പേർട്ടാട്ടോ വെള്ളത്തിൽ. കുറച്ചുകൂടി വരായിരുന്നു. നീരാട്ടൊക്കെ കഴിഞ്ഞു, ഒക്കെ സെറ്റായി. വീണ്ടും അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറണം. അപ്പോൾ ഈ ഒരു ഇക്ക നമ്മുടെ അഷ്റഫ് കാടെ ഫ്രണ്ടാണ്. അപ്പോൾ വേറെയും കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. എന്തായാലും കടന്ന് ചോദിക്കാം. പേരെങ്ങനെയാണെന്ന് പറഞ്ഞേ? എൻ്റെ പേര് ഷമീർ. ഷമീർ. ഞാൻ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ, സെവൻസ് ഫുട്ബോൾ അസോസിയേഷനിൽ ഓൾ ഇന്ത്യ ലെവലിൽ ക്വാളിഫൈഡ് റഫറിയാണ്. അതുപോലെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയറായിട്ട് ഫയർഫോഴ്സിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റിൽ ഇക്കായിരുന്നു വന്ന ആനനെ തിരിച്ചു കയറ്റാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു അനുഭവം എന്തെങ്കിലും 2 വാക്ക്? ഇല്ല, ആന ഇവിടെ കിടന്നാണ് 3 ദിവസം ചരിയുന്നത്. മുങ്കിയാനകളെ കൊണ്ടുവന്ന് കയറ്റിയിട്ട് ചികിത്സ നടത്താനുള്ള ശ്രമം നടത്തി വരുന്നതിൻ്റെ ഇടയ്ക്ക് ആന ചരിയാനുണ്ടായത്. വെള്ളം നല്ല ആഴമുള്ള വെള്ളമായിരുന്നു. വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ പെട്ടെന്ന് ആക്റ്റീവായിക്കൊണ്ട് പെട്ടെന്ന് കയറും മറ്റു പാടങ്ങളും ഉപയോഗിച്ച് കെട്ടിയിട്ട് തൽക്കാലം കുറച്ച് ദൂരത്തേക്ക് വെള്ളത്തിലൂടെ വലിച്ചു കയറ്റി പിന്നീട് ക്രെയിനും ടിപ്പറും ഉപയോഗിച്ച് ഇവിടെ കയറ്റിക്കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ പോട്ടെ കയറിക്കോ. ഒരു മിനിറ്റ്. ബ്ലാക്ക് ആൻഡ് ബ്ലാഡി ഫുഡ് പോവാം. എന്നാണ് പോയതാ കുടിച്ചാൽ പോന്നെ അസപ്പറേറ്റല്ലേ? അപ്പോൾ ഷമീർക്ക പോയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. പോവാം. അവസാനത്തിലുള്ള അതിന്റെ പൊട്ടും പൊടി മാത്രമേ പുതിയതാറുണ്ട്. ഞാനിങ്ങനെ യാത്രയിലല്ലേ, എല്ലാവർക്കും കൊടുക്കാൻ, എല്ലാവർക്കും എത്തണ്ടേ. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ ഫബിനിത്താടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി അഷ്റഫൊക്കെ നിർത്തി ഇതേ കട്ടൻ കട്ടൻ കാപ്പി മുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. മുറുക്ക് നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നാണ്. അപ്പം എങ്ങനെയുണ്ടാണ് അഷ്റഫക്ക എക്സ്പീരിയൻസ്? എന്ത് സുഖം. ഈ കട്ടൻ ചായന്റെ ഒരു കേസ് മാത്രം തന്നെ മതി, അടിപൊളിയാണ്. നമുക്ക് പലപ്പോഴും യാത്രയിൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ചില സ്ഥലത്തൊക്കെ ഒരു ചായ കിട്ടാൻ. ഇതിപ്പോ വണ്ടി എത്തിയാൽ 2 മിനിറ്റ് കൊണ്ട് ചായ റെഡിയാണ്. സൂപ്പർ. ഇനി കുറച്ചുകൂടി കാപ്പി ഉണ്ട്, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന്. സ്ഥലത്തിന്റെ പേരെന്താണ്? ഇരട്ടവാരി. വേഗം ഗൂഗിൾ നോക്കിയിട്ട് ഓടി പോരെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫബിനിത്താടെ വീട്ടിലോട്ടാണ്. എന്നുവെച്ചാൽ നമ്മുടെ അഷ്റഫ് എക്സലിൻ്റെ ഭാര്യ വീട്. താത അവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ ഉറങ്ങിയിട്ടാ? ഞാൻ കുറച്ച് ലേറ്റായി. ദൈവമേ, 4 സൈഡിലും ക്യാമറയാണല്ലോ. ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് റൂട്ട് റെക്കോർഡ്സ്, ലൈഫ് റെക്കോർഡ്സ്. ഇവിടെ വേറൊരാൾ ബാക്കിൽ ആകെ ക്യാമറയാണ്. എന്നിട്ട് എന്തൊക്കെയുണ്ട് ഇത്ത വിശേഷം? എങ്ങനെ പോകുന്നു പുതിയ വ്ളോഗിങ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ? ആദി പിന്നെ അപ്പു. സ്കൂളിൽ പോകുന്നുണ്ട്. ഇനി 2 ചാനലും കൂടി ഇവര് ഓൾറെഡി നമ്മള് ചുമ്മാ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ. ആളുകളോട് അങ്ങനെ പറയൊന്നും ചെയ്യില്ല. അവൻ വരക്കുന്ന വീഡിയോ, ചിത്രം വരക്കും കുറച്ചൊക്കെ. അപ്പൊ ലൈഫ് റെക്കോർഡ്സിൽ ഇറക്കാൻ അവള് കാണിക്കും. ആ സമയത്ത് ഇവ വരക്കുന്നതിന്റെ ഫോൺ വെച്ചിട്ട് ഫുൾ റെക്കോർഡ് ചെയ്യും. അത് വെറുതെ ആദ്യ അഷ്റഫ് എന്നുള്ളൊരു പേരിൽ അപ്ലോഡ് ചെയ്യും. അപ്പു അഷ്റഫിന്റെ ചാനൽ എപ്പോഴാ? അപ്പുവിന്റെ ഒക്കെ ഇനി വരും. പറ എപ്പോഴാ വരിക? കൊറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ. ചിക്കൻ മന്തി എന്ന് പറഞ്ഞാൽ കുഴി മന്തി എന്ന് പറയാൻ പറ്റില്ല, ചിക്കൻ മന്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പൊ ഇതിന്റെ
എന്താ പറയാ ടേസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് നമുക്ക്. ടേസ്റ്റ് ചെയ്തിട്ട് അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇവിടെ കുഴിമന്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈസി ആയിട്ട് മന്തി ഉണ്ടാക്കാം കേട്ടോ, നോക്കി നോക്കണം. സത്യത്തിലൊരു യൂട്യൂബറുടെ വീട്ടിൽ വന്നുള്ള ഒരു അവസ്ഥ ഇതാണ് അവസ്ഥ. നമ്മള് ഏതൊക്കെയോ വലിയൊരു എന്താ പറയാ വലിയ മീഡിയ എന്തൊക്കെയോ നമ്മള് നേടിയെടുത്തിട്ട് നിൽക്കുമ്പോ കുറെ പേപ്പറും ക്യാമറ ആയിട്ട് വെക്കില്ലേ, അതേ ഒരു ഫീലാണ്. അപ്പൊ എന്റെയിലും മാത്രമാണ് ഇപ്പൊ ക്യാമറ ഇല്ലാത്തത്. പവിത്താത്ത ടേസ്റ്റ് ഞാൻ വന്നിട്ടുണ്ട്, നോക്കട്ടെ. ചിക്കൻ മന്തിയൊക്കെ കഴിച്ചു. അഷ്റഫ് ഖാൻ ഫാമിലി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ കുറച്ചേരം കഥയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇനി ഇവിടെ നേരെ നമ്മൾ അഷ്റഫ് ഖാനെ പൊക്കിയിട്ട് അഷ്റഫ് ഖാൻ 2 ദിവസം ഞാൻ കൊണ്ടുപോകണം. സംഭവം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തേക്ക് നമ്മൾ തൃത്താല ഭാഗത്തൊക്കെ ഒന്നും പോയിട്ട് ബാക്കി കാര്യങ്ങളൊന്നും പ്ലാനിങ് ഇല്ല. അപ്പോൾ ശനിയാഴ്ച വരെ പുള്ളി ശനിയാഴ്ച ബിസി അല്ലേ, ശനിയാഴ്ച വരെ ഫ്രീ ആണ്, ഫുൾ ഓണാണ്. അപ്പോൾ നമ്മൾ നേരെ തൃത്താല പോകുന്നു. തൃത്താല ഇന്നലെ നിന്ന സ്ഥലം ഉണ്ടല്ലോ, അതൊന്നും ശരിക്കും നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്, ഒരു ട്രീ ഹട്ട് ഹൗസിൽ ഒരു ഫാമിലി. നമ്മൾ നോർമലി എല്ലാവരും ഒരുപാട് പേര് ട്രീ ഹട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്തുണ്ടാവും, പക്ഷെ ഒരു ഫാമിലി ഒരു ട്രീ ഹട്ട് ഹൗസൊക്കെ വെച്ചിട്ട് ഒരു ഫാമും കാര്യങ്ങളും ആ അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ അഷ്റഫ് ഖാൻ ഒന്ന് കൊണ്ട് കാണിക്കണം, എനിക്കും ഇത് നിങ്ങളെ കാണിക്കണം. അപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഫവിൻത അടിപൊളി ഫുഡായിരുന്നു. പോയിട്ട് ഇനി വരുമ്പോഴത്തേക്ക് നല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെക്കും. നമ്മളെപ്പോഴും ഉണ്ടാവും ആ ഒരു എന്താ പറയുക ടെസ്റ്ററായിട്ട് എന്നെ കാണാം. ഓക്കെ, അപ്പോൾ അപ്പുകുട്ടനും പിന്നെന്താണ് ആദി പോയിട്ട് വരാം. ഇതാണ് ഇപ്പോൾ അഷ്റഫ് ഖാന്റെയും ഫവിൻതായുടെയും ലൈഫ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയല്ല സംസാരിക്കുന്നത്, ക്യാമറ നോക്കിയിട്ടാണ് ഇപ്പോൾ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് പോവാം, ഇപ്പത്താ പോയിട്ട് വരാം. അഷ്റഫ് ഖാനെ വന്ന് കണ്ടാൽ അഷ്റഫ് ഖാന്റെ കൂടെ നമ്മുടെ റിയാസിനെ കണ്ടില്ലെങ്കിൽ എന്തായാലും പറയാ അതൊന്നല്ല ശരിക്കും പറയണ്ട്, ഞാനൊന്നും പറയണില്ല. അപ്പോൾ റിയാസ് ബ്രോനെ കാണാൻ വേണ്ടി വന്നാണ് നമ്മൾ തൃത്താല പോണ റൂട്ടിൽ. ഓൾ കേരള നടത്തം കഴിഞ്ഞു ഈ NHSന്റെ ഭാഗമായിട്ട്. സോറി ഇനി അടുത്തത് ഒരു ഓൾ ഇന്ത്യ ടൈപ്പ് ഇല്ലേ, പെട്ടെന്ന് വേണം. ചെന്നൈ വിദേശ രാജ്യമാണ്, പോയി. അപ്പൊ അഷ്റഫ് ഖാനാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ മോട്ടോ ഹോം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓടിക്കാൻ വല്ല നമ്മൾ തൃത്താല പാലത്തിൻ്റെ അവിടെ എത്തി. പാലത്തിൻ്റെ അപ്പുറത്ത് ഇത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു മണലിൻ്റെ അപ്പുറമാണ് നമ്മൾ ഈ പറഞ്ഞ ഫാമും കാര്യങ്ങളും. ഇവിടെ നിന്ന് നോക്കിയാൽ ചെറിയൊരു ലൈറ്റ് കാണാം. അപ്പോൾ പുഴയുടെ സൈഡിലാണ് ഇന്നത്തെ രാത്രി ഉറക്കം. അപ്പോൾ റിയാസിൻ്റെ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് ലേറ്റായി ഞങ്ങളൊന്ന് കറങ്ങിയിട്ട്. അപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ ഉണ്ട് അതിൻ്റെ ഇടയിൽ. എന്തായാലും നാളത്തെ ദിവസങ്ങളിൽ നമ്മൾ ഇത് ഫിക്സ് ചെയ്യും അല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കാട്ടിലോട്ടാണ് വീണ്ടും പോണത്. ഫാമും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നാളെ എന്തായാലും നമ്മൾ അഷ്റഫ് ഖാനായിട്ട് അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും നേരം വെളുക്കുമ്പോൾ കാണാം. ഓക്കെ അഷ്റഫ് ഖാൻ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.